ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട പാലക്കാട്ടെ കോൺഗ്രസ് നേതാവ് പ്രശോഭിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി DCC പ്രസിഡന്റ് എ തങ്കപ്പൻ അറിയിച്ചു. KPCC നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. എനിക്കറിയുന്നത് ഒന്നേ ഉള്ളൂ, ആ കുട്ടി ഇങ്ങനെ ചെയ്തു. നിങ്ങളുടെ മീഡിയയിലൂടെ എനിക്കറിയാൻ കഴിഞ്ഞത്. സത്യത്തിൽ അയാളെ ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാനൊരു ധാർമ്മിക ഒരു DCC അധ്യക്ഷൻ നിലയ്ക്ക് ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അപ്പം ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹം പുറത്താക്കണം. എത്ര മുമ്പനാണെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴല്ലേ വെളിയിലാക്കേണ്ടത്, എല്ലാവരും വെളിയിലാക്കണം. ഒന്നുമില്ലാത്ത ഒരാളെ തനിക്ക് ഓരോ തെരഞ്ഞു പിടിച്ചിട്ട് വെളിയിലാക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങളിലൂടെ ഞാൻ എപ്പോഴും പറയണം, മീഡിയയിലൂടെയാണ് ആരോപണം കേട്ടിട്ടുള്ളൂ. ആ മീഡിയയിലൂടെ കേട്ടത് ആ സ്പോട്ടിൽ പുറത്താക്കിയ പാർട്ടി കോൺഗ്രസ് ആണ്, അല്ലാതെ വേറൊരു പാർട്ടി ചെയ്യില്ല. മനസ്സിലായിട്ടോ? ഏത് പാർട്ടി ഞാൻ പറ്റില്ല, ഞാൻ എണ്ണി പറയാൻ എനിക്ക് ഈ സമയത്ത് ശരിയല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറയാൻ എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഞങ്ങൾ അതിനൊന്നും വയ്ക്കാതെ തന്നെ ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ ഒന്ന് എന്തിനു കേട്ടത് ഇന്നലെ രാത്രി തന്നെ എഴുതി അങ്ങോട്ട് കൊടുത്തു വെളിയിലാക്കാൻ. ഇത് ഏത് പാർട്ടി ചെയ്യും? പ്രശോഭനെ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്ന് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി. 5 വർഷത്തെ ഭരണത്തെയാകും ജനങ്ങൾ വിലയിരുത്തുകയെന്നും കൗൺസിലറുമായി ബന്ധപ്പെട്ട വിവാദം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കരുതുന്നില്ല എന്നും പിഷാരടി പ്രതികരിച്ചു. നമ്മുടെ കൂടെ പ്രചരണമാർത്ഥം ഇവിടുത്തെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പല സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അങ്ങനെ വ്യക്തിപരമായി ഇവിടെ വന്ന ശേഷം ഒരാളെയും അങ്ങനെ കാര്യമായി പരിചയപ്പെട്ട് നിൽക്കാനുള്ള അവസരങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഈ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് എൻ്റെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നു, പ്രചരണത്തിനുണ്ടായിരുന്നു എന്ന് കണ്ടത്. വളരെ ഖേദകരമായ വാർത്തയാണ് കേട്ടിട്ടുള്ളത്. ചൂഷണം ചെയ്ത പെൺകുട്ടിക്ക് കൃത്യമായും നീതി ലഭിക്കുക തന്നെ ചെയ്യണം. അതിനുവേണ്ടിയുള്ള നിയമ നടപടികൾ പോലീസും സിസ്റ്റംസും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്താണോ നടപ്പിലാക്കേണ്ടത് ആ നീതി കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം. നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇനി പോലീസ് തീരുമാനങ്ങളാകുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നേതൃത്വം തീരുമാനിച്ച് വേണ്ട നടപടികൾ എടുത്തോളും. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലും അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണത്തിൻ്റെ ഒരു തിരഞ്ഞെടുക്കലുമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അലിഗേഷൻ അത്ര കണ്ട് ജനങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ചിന്തിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.